പഞ്ചസാര ഇട്ടതിനകത്തേക്ക് പച്ചമണമൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഒന്നുകിൽ ഏലക്കായോ വാനില എസൻസോ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സിക്കകത്ത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ സ്മെല്ല് ഒഴിവായി കിട്ടും. മുട്ടയുടെ ആ ഒരു പച്ച കുത്തുന്നൊരു സ്മെല്ലുണ്ട്, അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ വാനില എസൻസോ ഏലക്കായോ ആഡ് ചെയ്യുന്നത്. ഇതാ നമ്മൾ നല്ലപോലെ മിക്സിക്കകത്ത് അടിച്ചെടുത്ത മുട്ടയും പഞ്ചസാരയും ഏലപ്പൊടിക്കായും കൂടി ഇട്ടത് ഒരു പാനിലോട്ട് ഒഴിക്കുക. നമ്മുടെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തോട്ട് നമ്മൾ കുറേശ്ശെ മൈദ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ മൈദ ഇട്ട് ഇളക്കിയിട്ട് നല്ല ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിങ്ങനെ വീഴുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ആക്കാൻ. ഇത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാനുള്ളതാണ്. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത ഒരു പരുവമാണ് ഈ പരുവത്തിൽ. പരുവം തെറ്റരുത്, അത് ശ്രദ്ധിക്കണം. ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ചിരട്ടമാല എന്നാണ് പേര് പറയുക. പക്ഷേ ഞാൻ എന്തായാലും ഒരു കുപ്പിക്കകത്തൊരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും.